നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ധനവിനിയോഗത്തിലെ കാര്യക്ഷമതയില്ലായ്മ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ നയിക്കുമ്പോഴും ആർഭാടത്തിന് ഒരു കുറവുമില്ലാത്ത സമീപനമാണ് ഭരണകർത്താക്കൾ വച്ചുപുലർത്തുന്നത്. കടമെടുപ്പ് പരിധി കൂടി തീർന്നതോടെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിന് മേൽ വെച്ച് കെട്ടിയാൽ കാലിയായ ഖജനാവ് നിറയുമോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേന്ദ്രത്തെ പഴി പറഞ്ഞാൽ പ്രതിസന്ധി മാറുമോ? അച്ചടക്കമില്ലാത്ത സാമ്പത്തിക നയത്തിനും ധൂർത്തിനും ഉത്തരവാദി ആര്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം BJP പ്രതിനിധിയായി ശ്രീ PR ശിവശങ്കർ, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ഡോക്ടർ BA പ്രകാശ്, കോൺഗ്രസ് പ്രതിനിധിയായി ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ, അതോടൊപ്പം ഇടത് സഹയാത്രികൻ ശ്രീ അൻവർ ഷാ പാലോടും JDSന്റെ പ്രതിനിധിയായി ശ്രീ RS പ്രഭാതും ചേരുകയാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ BA പ്രകാശിലേക്ക് പോകുന്നു. ശ്രീ പ്രകാശ്, നമുക്കറിയാം വലിയ രീതിയിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അത് എല്ലാ മേഖലകളെയും ബാധിച്ചു കഴിഞ്ഞു. പഴി പറയുമ്പോൾ കേന്ദ്ര വിഹിതത്തെ ചൊല്ലിയാണ് പലപ്പോഴും സംസ്ഥാനം പല കാര്യങ്ങളിലും പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കാരണം എന്താണ് ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക്? അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധി ഒരു ദിവസം കൊണ്ടുണ്ടായതോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. ഇത് തുടർച്ചയായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ ധനപ്രതിസന്ധിയിലാണെന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ 2001 1999 വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് 2001 ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. 2011 വീണ്ടും ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അന്ന് അത്രയും വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും വീണ്ടും ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഉള്ള ധവളപത്രത്തിൽ പറയുന്നത് എന്താണ്? അതായത് സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലാണ്. അതായത് കടമെടുത്ത തുകയും സംസ്ഥാനത്തിൻ്റെ വരവും എല്ലാം കൂടെ ചേർത്താലും കഷ്ടിച്ച് നിത്യനിദാന ചെലവിന് മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ. ഈ നിലയ്ക്ക് പോയാൽ 2020-21 ആകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന് 2016 ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞത്, ഈ കേരളത്തിൻ്റെ ഈ സർക്കാരിൻ്റെ ധനകാര്യ പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ല, അത് തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ ഈ സംസ്ഥാനത്തിൽ അധികാരത്തിൽ നിന്ന് സർക്കാരുകൾ വേണ്ട വിധം അതിനൊരു പ്രാധാന്യം കൊടുത്തത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള ഈ സർക്കാരും തീരെ അതിൽ ആ പ്രതിസന്ധി മറികടക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം, അതായത് 2012 ഡിസംബറിൽ നമ്മുടെ ധനമന്ത്രി പറഞ്ഞു, കേരള ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയിലാണ് നമ്മളെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണ്? ഇപ്പോൾ ഉള്ള സ്ഥിതി അതായത് ഈ ശമ്പളവും പെൻഷനും ഒഴിച്ച് വേറെ ഒന്നിനും പണം ഇല്ലാത്ത വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി. സർക്കാർ തന്നെ പറയുന്ന ഏതാണ്ട് 50,000 കോടി രൂപയുടെ അധികം തുകയ്ക്കുള്ള അരിയേഴ്സ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനായിട്ടുള്ള തുക കൊടുക്കാനുണ്ട്. അതിന് ഒന്നിനും പണമില്ല. പിന്നെ ട്രഷറിയിലാണെങ്കിൽ 1 ലക്ഷത്തിനധികം ഒരു ബില്ല്, അതായത് 1 ലക്ഷം രൂപയ്ക്ക് അധികം തുകയ്ക്കുള്ള ഒരു ബില്ല് പോലും പാസ്സാക്കാനായിട്ടുള്ള സ്ഥിതിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ധനപ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ധനകാര്യ തകർച്ചയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് ഉള്ള മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ഇതിപ്പോൾ 7 വർഷമായിട്ട് ഈ ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ അവർ കാര്യമായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരുപാട് മേഖലയിലുള്ള ധനധൂർത്തുണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം, ഒരുപാട് മേഖലയിൽ ഈ ഒരുപാട് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് പല മേഖലകളിലും. പ്രത്യേകിച്ച് ഈ സ്ഥിരമല്ലാത്ത താൽക്കാലികമായിട്ടുള്ള ഒരുപാട് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഒരു മൊത്തത്തിൽ ഈ ധനകാര്യ രംഗം ഏതാണ്ട് ഒരു കുത്തഴിഞ്ഞ ഒരു നിലയിലേക്കാണ്. അപ്പോൾ ഇതിൽ ഒരു കറക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ കറക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനത്തിലും വളരെ മോശമായിട്ട് ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലും ഒരുപാട് ധനധൂർത്തുകൾ നിലവിലുള്ള ഒരു സംസ്ഥാനത്തിലും ഇതിലൊരു മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യം അതൊരു രാഷ്ട്രീയ കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലാതെ അത് സർക്കാരിൻ്റെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു ധനകാര്യ പ്രശ്നമാണ്.
ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന തുകയും അതോടൊപ്പം തന്നെ മറ്റ് വരുമാനങ്ങളും കടമെടുക്കുന്ന തുകയും ഒക്കെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും നാടിൻ്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും അടിസ്ഥാന ഘടക വികസനത്തിനുമൊക്കെ ചിലവാക്കുന്നതിന് പകരം ഒരുപാട് മേഖലയിലുള്ള ധനധൂർത്ത് അല്ലെങ്കിൽ നടത്തുന്നതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതെ, ശ്രീ PR ശിവശങ്കർ, ഇവിടെ വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധി നേരിടുന്നുണ്ട്. സംസ്ഥാന ബജറ്റിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിനെ മറികടന്നേ മതിയാകുകയുള്ളൂ. പക്ഷേ ഏതു രീതിയിൽ മറികടക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഇത്രയും നാൾ പിരിച്ചെടുക്കാത്ത ഈ നികുതിയേതര വരുമാനങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ആകെ കൂടി പറയാനുള്ളത് കേന്ദ്ര സർക്കാരിനെ മാത്രമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വിഹിതം കുറഞ്ഞു, അവർ വല്ലാതെ ഞങ്ങളെ ഞെരുക്കുന്നു. ഇതിന്റെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. കിഫ്ബിയുടെ കടം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഈ കടമെടുപ്പിന്റെ പരിധിക്കുള്ളിൽ വരേണ്ടതല്ല, അത് തങ്ങളുടെ മാത്രം അവകാശമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് തലയൂരി രക്ഷപ്പെടാം, സാധാരണക്കാരായ കേരളീയരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയേ ഇല്ല. നേരത്തെ നമ്മോട് സാമ്പത്തിക വിദഗ്ധനായ ശ്രീ BA പ്രകാശ് പറഞ്ഞതുപോലെ ഇത് ധനവിനിയോഗമോ ധനപ്രതിസന്ധിയോ എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാക്കി മാറ്റാനാണ് എപ്പോഴും CPM സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ശ്രീ BA പ്രകാശ് സാർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതിനെ ഒരു രാഷ്ട്രീയമായ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധിയായി മാത്രം കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരുണ്ടാക്കിയ ഒരു കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗം തന്നെയാണ്. എങ്കിൽ പോലും ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ധനം കിട്ടാത്തത് കൊണ്ടുള്ള മാത്രം പ്രശ്നമല്ല എന്ന് ആമുഖമായി ഞാൻ പറയട്ടെ. അതിനൊക്കെ ഉപരി ഇത് ഒരു ധൂർത്തിന്റെയും അതുപോലെ തന്നെ ചിലവാക്കുന്ന പണം ചിലവാക്കുന്നതിനുള്ള ഒരു നിയന്ത്രണമില്ലായ്മയും അത് ധൂർത്ത് തന്നെ. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ അനാവശ്യമായ ചെലവ്, അതല്ല അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ, ശമ്പളവും പെൻഷനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം ഒരൊറ്റ ലൈനിൽ സൂചിപ്പിച്ചതുപോലെയുള്ള 5 വർഷത്തും കൊണ്ട് ശമ്പളം പൊക്കിക്കൊടുത്ത് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നം മാത്രമല്ല, ഇത് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഭരണകൂടവും അതുപോലെ തന്നെ അതിലുള്ള IAS ഓഫീസേഴ്സ്, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതിനെ നയിച്ചിരുന്ന സാമ്പത്തിക വിദഗ്ധരും അടക്കമുള്ള ആളുകൾ സൃഷ്ടിച്ച വലിയ കയത്തിലേക്കാണ് കേരളം വന്ന് വീണിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയക്കാരൻ CPM-ന്റെ മാത്രം കുറ്റമല്ല. എന്നോടിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നോട് ക്ഷമിക്കണം. കാരണം കോൺഗ്രസ് സർക്കാരുകളും ഇതിന് കാര്യമായ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ കയം അല്ലെങ്കിൽ ഈ കുളത്തിലേക്ക്, ഈ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ കേരളം വീഴുന്നതിന്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോൾ നല്ല ഒരു കടം, ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം കടം ഉണ്ടായിരുന്നു. അത് ഈ സർക്കാർ വന്നതിന് ശേഷം അത് ഇരട്ടിയാക്കി ഇപ്പൊ ഏതാണ്ട് 5 ലക്ഷം കോടിയോളം കടമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഭാഗം. 2, ഇന്ന് കേരളത്തെ നയിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല. നമുക്കറിയാം IAS-കാരുടെ കയ്യിലാണ് ഭരണത്തിന്റെ നിയന്ത്രണം. അവർ നൽകുന്ന ഫയലുകളും എല്ലാം വളരെ സൂക്ഷ്മതയോടെ പഠിക്കുവാനും അത് തെറ്റാണെങ്കിൽ അത് തിരുത്തുവാനും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളതിനുള്ള ഒരു മന്ത്രിസഭയിലെ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയതാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഈ IAS എന്നുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തന്നെ ഇവിടെ വേണമോ എന്ന് ചിന്തിക്കണം. കാരണം അതിന് ഔട്ട്ഡേറ്റഡ് ഒരു സിലബസ് ആണ്. കാരണം നമുക്കറിയാം ഇപ്പൊ പലതിനും IAS പഠിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. ചിലവർക്കൊക്കെ ഉണ്ടാകാം കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിട്ട് IAS ഉദ്യോഗസ്ഥൻ വന്നാൽ അദ്ദേഹത്തിന് സീ ട്രാഫിക്കിനെ കുറിച്ചോ അതല്ലെങ്കിൽ അതിന്റെ എക്കണോമിക്സിനെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ യാതൊരു ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. അതൊരു പുതിയ ട്രേഡാണ്, അതൊരു പ്രത്യേക ട്രേഡാണ്. അത്തരത്തിൽ ബാങ്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, കാരണം സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. അതുകൊണ്ട് IAS എന്നുള്ള ഒരു ലേബൽ ചമഞ്ഞുകൊണ്ട് എല്ലായിടത്തും, ഇൻഡസ്ട്രിയിലായാലും അതുപോലെ തന്നെ ഫിനാൻസ് സെക്ടറിലായാലും ഏവിയേഷൻ സെക്ടറിലായാലും എല്ലായിടത്തും IAS എന്നുള്ള പദവി അതിന്റെ മുകളിൽ ഇരിക്കുവാനാണെന്നും എല്ലാവരെയും ഉപദേശിക്കുവാനുമുള്ള ഒരു ലേബലാണെന്നുമുള്ള ധാരണ IAS-കാർ മാറ്റണം. അതിൽ നല്ല ആൾക്കാരുമുണ്ട്, പക്ഷെ ഇത്തരത്തിൽ അവർക്ക് പറ്റാത്ത ചില ഏരിയയിൽ അവർ ഇരിക്കുന്നുമുണ്ട്. ചിലപ്പോൾ അവര് പണിഷ്മെന്റ് ആയിട്ടായിരിക്കാം ഇരിക്കുന്നത് എന്നതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിനുള്ള പുതിയ പദ്ധതികൾ ഇന്ന് ഭരണകൂടത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. കാരണം കയ്യിൽ പണമില്ല എന്നുള്ളതാണ് സാമാന്യൻ എല്ലാവർക്കും അറിയുന്നത്. അപ്പൊ ഈ പണം ഇല്ലാതായത്
ഇത്തരത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സാമ്പത്തികമായി രാഷ്ട്രീയക്കാരും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരായ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ നടത്തിയ നിരന്തരമായ തെറ്റായ നിയമനിർമ്മാണത്തിന്റെയും സാമ്പത്തികമായ ചില കൂടിയാലോചനകളുടെ കുറവിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പൊ പി എസ് സി തന്നെ എത്ര 1600ഓളം സ്റ്റാഫിനെ കുത്തിനിറച്ചത് രാഷ്ട്രീയമായ സാഹചര്യമാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പങ്കുണ്ടാവില്ല. പക്ഷെ അത് പാടില്ല എന്നും അത് ഞങ്ങൾ തയ്യാറല്ല എന്നും പറയാനായിട്ട് ഒരു ഫിനാൻസ് മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. അത് തെറ്റാണെന്ന് പറയാൻ റിട്ടയർ ആയിട്ട് പോലും പലരും തയ്യാറായിട്ടില്ല. അപ്പൊ ഇത്തരത്തില് ക്ഷേത്രങ്ങൾ തൊട്ട് PSC വരെ എല്ലായിടത്തും സ്വന്തം ആളുകളെ കുത്തിനിറയ്ക്കുവാനായിട്ടുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ നയം, ആ നയത്തിന്റെ ഭാഗമായിട്ട് കേരളം ഒരു വലിയ കടക്കെണിയിൽ വന്നിരിക്കുന്നു. അവസാനമായിട്ട് VK പ്രസാദ് സാർ പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ചില ശ്രമങ്ങൾ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് തന്നെ പറയാം, അവർ നടത്തുന്ന ചില നൂലാമാലകൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ തടഞ്ഞിട്ടല്ല പല ബിസിനസ്സുകളും നടക്കാത്തത്. ഇവിടെ ഉദ്യോഗസ്ഥര് കൈക്കൂലി മേടിക്കുന്നു, ഉദ്യോഗസ്ഥര് നിരന്തരമായി നൂലാമാലകൾപ്പെടുത്തി ഒരു എന്റർപ്രണറെ നിരന്തരമായി തടയുന്നു എന്നുള്ള കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം കാര്യമുണ്ട്. മറിച്ച് അവർക്ക് 5 വർഷം കൂടുമ്പോൾ ശമ്പളവും കൂട്ടിക്കൊടുത്തുകൊണ്ടാണ്, അത് കിട്ടണമില്ല എന്നുള്ള അടുത്ത കാര്യം. 5 വർഷത്തിൽ 10 വർഷത്തിൽ മാത്രമാണ് സംസ്ഥാനത്ത് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൊടുക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ട് അവരെ സുഖിപ്പിക്കുകയും, സത്യത്തിൽ ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ അതൊക്കെ ജില്ലയൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കേരളത്തിലെ ഏതാണ്ട് 65 തൊട്ട് 85% വരെയുള്ള NGO അല്ലെങ്കിൽ ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഓഫീസേഴ്സ് CPM-ന്റെ കയ്യിലാണ്. ലെവി ആയിട്ട് അത് മറ്റൊരു തരത്തിൽ CPM-ലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ തങ്ങളുടെ പാർട്ടിക്ക് ആ വരുമാനം കൂട്ടുന്ന പദ്ധതി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അതിന്റെ ലാഭം കിട്ടുന്നതും പാർട്ടിക്കാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെട്ടിടങ്ങൾ മാത്രം വളരുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പാർട്ടി നടത്തുന്ന UNCC പോലുള്ള സ്ഥാപനങ്ങൾ മാത്രം വളരുന്ന സ്ഥലമായിരിക്കുന്നു. ബാക്കി എല്ലാവരും കേരളം വിട്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു അലകും പിടിയും മാത്രമല്ല, പൂർണ്ണമായും മാറി ചിന്തിച്ചേ പറ്റൂ. അത് രാഷ്ട്രീയമായി മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും ബിസിനസ്സുകാരായാലും എല്ലാവരും മാറി ചിന്തിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ ഇത് ഒരു മിനിമം സാമ്പത്തികമായി തന്നെ ഡെസേർട്ടായി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വെറും രാഷ്ട്രീയമായ തീരുമാനം മാത്രം പോരാ. ഉദ്യോഗസ്ഥരായാലും അതുപോലെ തന്നെ ജനങ്ങളായാലും ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുവാനും സാമ്പത്തികമായ വിഷയങ്ങളിൽ നല്ലോണം ഗാഢമായി പഠിക്കുവാനും അവയെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനമുള്ളവരുടെ വാക്കുകൾ കേൾക്കുവാനും ദൂർത്തിനെ അനുസരിക്കാതെ, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലൊക്കെ നടത്തുന്ന ചെറിയ ദൂർത്തുകൾ, അത് ഈ പറയുന്ന കേരളീയം പോലുള്ള പദ്ധതികൾ 4-5 കോടിയാണെങ്കിൽ നമുക്കറിയാം സിൽവർ ലൈനൊക്കെ വേണ്ടിയിട്ടുള്ള കോടികളുടെ ദൂർത്ത്, അതുപോലെ തന്നെ K4 വേണ്ടിയുള്ള ദൂർത്ത്, ഇതെല്ലാം പ്രൊഡക്റ്റീവ് അല്ലാത്ത ധാരാളം കാര്യങ്ങളിൽ ഇത്തരം പണം ചെലവാക്കുന്നു. അതെല്ലാം അടുത്ത തലമുറയ്ക്ക് കടബാധ്യതയായി തീരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കടബാധ്യത എല്ലാം അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ ആ തലമുറ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ടാണ് പുതിയ യുവാക്കൾ മുഴുവൻ യൂറോപ്പിലേക്കും അമേരിക്കൻ US-ലേക്കൊക്കെ മാറിപ്പോകുന്നത്. കാരണം അവർക്ക് ഈ കടബാധ്യത താങ്ങാൻ വയ്യ. കാരണം ഇവർ കട്ടുമുടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ദൂർത്തിന്റെ നടത്തിയ കടബാധ്യത എന്തിനാണ് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കെട്ടിവെക്കുന്നത്? അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് ഒരു കാര്യമായ മാറ്റം, അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ പോരാ, എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഈ ആഭ്യന്തര കടം അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനൊരു മുന്നോട്ടുള്ള നയം സൃഷ്ടിക്കുവാനും ഇതിലെ ആവശ്യമായ എല്ലാ തീരുമാനങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ, എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥരെയൊക്കെ 50% കുറയ്ക്കുന്ന തരത്തിലുള്ള വലിയ തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ വേണ്ടിവരും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന കടത്തിൽ വരുന്ന സ്ഥാപനങ്ങളെ എല്ലാം നിയന്ത്രിക്കണം എങ്ങനെ വേണ്ടിവരും എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയും പട്ടിണി കിടന്ന് മറിയക്കുട്ടിമാർ രണ്ടായിരങ്ങും പല കർഷകരും ആത്മഹത്യ ചെയ്യും. കേരളത്തിലെ ഈ ഉദ്യോഗസ്ഥന്മാർക്കും KSRTC-യുടെ സ്ഥിതിയായിരിക്കും ശമ്പളം കിട്ടില്ല എന്നുള്ള ഗതികളിലേക്കും വരുന്നത്. ഞാൻ പറയുന്നത് കൊണ്ട് ദയവായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് സാമ്പത്തിക സ്ഥിതി കേരളത്തിൻ്റെത്. നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഉദ്യോഗസ്ഥരെ, മന്ത്രിമാരുടെ PA-മാരും എല്ലാം ശമ്പളവും പെൻഷനും മേടിക്കും. അപ്പോഴും ഒരിക്കലും അവരുടെ പെൻഷനോ അവരുടെ ശമ്പളമോ മുടങ്ങില്ല. മുടങ്ങുന്നത് പാവപ്പെട്ടവന്റെ ശമ്പളവും അവരുടെ പെൻഷനും അവർക്കുള്ള സേവന പ്രവർത്തനങ്ങളുമായിരിക്കും, കർഷകനുള്ള സമ്പാദ്യമായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇതിന് മാറണമെങ്കിൽ പൂർണ്ണമായും ഈ സംസ്ഥാനം അടിയന്തരമായി ചില നടപടികൾ എടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ജനങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെ, ശ്രീ ജിൻഡോ ജോൺ, എന്തായാലും
ഇടത് പ്രതിനിധികൾ അല്പസമയം കഴിഞ്ഞേ എത്തുകയുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ വാദത്തെ ഏതു രീതിയിൽ ഖണ്ഡിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും 7 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ധനപ്രതിസന്ധി ഇത്രയധികം കൂടിയ സ്ഥിതിയിലേക്ക് എത്തുന്നത്. അങ്ങേയറ്റം കൂടുന്ന അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നത് ഈ സംസ്ഥാന സർക്കാർ ഭരണത്തോടുകൂടിയാണ്. പക്ഷേ അവർ ആരോപിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ച കോൺഗ്രസിൻ്റെ ഭരണമായിക്കോട്ടെ, ഈ മാറി മാറി വന്ന സർക്കാരുകൾ വരുത്തി വെച്ച ബാധ്യത അതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോൾ തങ്ങൾക്ക് ചുമക്കേണ്ടി വന്നു. അതാണിപ്പോൾ ഈ മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ പൊതുജനങ്ങളും അടക്കം എടുത്തു കാട്ടുന്നത്. ഇത് മുൻപ് ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടെ വരുത്തി വെച്ച ബാധ്യത എന്നാണ് അവർ ആരോപിക്കുന്നത്. രോഹിണി, അതിൽ തർക്കമില്ല എന്ന് പറയാൻ കാരണം അതിൽ പകുതി സത്യങ്ങളുള്ള കാര്യമാണ്. അസത്യങ്ങളും പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭേദപ്പെട്ട കാര്യമാണ് അർദ്ധസത്യം പറയുന്നത്. പക്ഷേ അർദ്ധസത്യം പറയുമ്പോഴും ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശിവശങ്കരൻ തന്നെ സൂചിപ്പിച്ചു, ഇവിടെ ഇടത് വലത് മുന്നണികളാണ് കേരളം ഭരിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യമാണ്. ഏത് മുന്നണി ഭരിച്ചാലും കേരളത്തിൻ്റെ കടബാധ്യതകൾ കൂടിയിട്ടേ ഉള്ളൂ, അതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കാലങ്ങളിലൊക്കെ മുൻപുണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്തൊക്കെ എന്തെങ്കിലും വലിയ കൺസ്ട്രക്ഷൻസ്, വലിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കടമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കടമെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടവും കൂടിയിട്ടുണ്ട്. ഡെറ്റ് GDP റേഷ്യോ 47% ഉണ്ടായിരുന്നത് ഇന്നത് 59% വർദ്ധിച്ചു. അതായത് കടമെടുക്കുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് കടമെടുത്തും പ്രോഗ്രാമുകൾ ചെയ്യേണ്ടി വരും, വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും, ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ കടമെടുക്കുമ്പോൾ തന്നെ അത് പ്രൊഡക്റ്റീവ് പർപ്പസിന് കൂടിയിട്ട് ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല ധൂർത്തും കെടുകാര്യസ്ഥയും മറ്റ് അനാവശ്യ ചെലവുകളും കുറച്ചുകൊണ്ട് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വരുന്നത്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മുൻ സർക്കാരുകളുടെ കാലത്ത് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1,62,271 കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ മൊത്ത കടം. അതായത് 1957 മുതൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുന്നത് വരെ 1,62,271 കോടി രൂപ ഉണ്ടായിരുന്നത് ഇന്ന് 4 ലക്ഷം കോടി രൂപയാണ്. ഈ 8 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം കോടി രൂപയുടെ 2,30,000-ത്തിലധികം കോടി രൂപയുടെ എന്ത് ഡ്രാസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? വൻകിട പ്രോജക്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ടോ? വൻകിട പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? ഇതൊന്നും നടന്നിട്ടില്ല. എടുത്തു കാണിക്കത്തക്ക ഒരു പ്രോഗ്രാമോ ഒരു പ്രോജക്റ്റോ ഇല്ലാത്ത ഒരു സർക്കാർ 2,30,000-ത്തിലധികം കോടി രൂപ 8 വർഷത്തിനുള്ളിൽ കടമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു സാമാന്യ ലോജിക്കിന് നിരക്കുന്നതല്ല. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, കേരളം ഈ കടം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നയപരമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 50% വിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട ആൾ പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ അത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. പക്ഷെ അതൊക്കെ നിലനിൽക്കെ തന്നെ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താ? കേന്ദ്രത്തിൽ നിന്ന് ഇതെല്ലാം കിട്ടിയാലേ ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കൂ എന്നല്ലല്ലോ അവരെന്ന് പറഞ്ഞത്. 8 വർഷം മുമ്പ് ഇവർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അന്ന് കേന്ദ്രം കൂടി സഹായിച്ചാലേ എല്ലാം ശരിയാക്കൂ എന്നുള്ളൊരു കണ്ടീഷൻ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ മോശപ്പെട്ടതായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഈ 8 വർഷക്കാലം ഇവരുടെ മുൻപിലേക്ക് ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കുന്നു. ആ കൊടുത്ത മാൻഡേറ്റ് പ്രകാരം ഇവരെന്താണ് ചെയ്തത്? ഇനിയും 28,000-ത്തിലധികം കോടി രൂപയുടെ ടാക്സ് പിരിച്ചെടുക്കാനിരിക്കുന്നു. വൻകിട കുത്തകകളിൽ നിന്ന്, സ്വകാര്യ കുത്തകളിൽ നിന്നൊക്കെ 28,000 കോടിയിലധികം ടാക്സ് പിരിച്ചെടുക്കാനിരിക്കുന്നു. ഗോൾഡുമായി ബന്ധപ്പെട്ട ടാക്സ് പിരിക്കാനുണ്ട്, ക്വാറികളുടെ ടാക്സ് പിരിക്കാനുണ്ട്, ബാറുകളുടെ ടാക്സ് പിരിക്കാനുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂട്ടിപ്പോയ ബാറുകൾ തുറന്നു കൊടുത്തത് മാത്രമല്ല 300-ലധികം പുതിയ ബാറുകൾ തുറന്നു കൊടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം അധികം വരേണ്ടതായിട്ടുള്ള നികുതി വരുമാനം എവിടെ പോകുന്നു? ഇത് കളക്ട് ചെയ്യാതെ സർക്കാർ കേന്ദ്രത്തിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത് ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം വരെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിലെ LDF പ്രതിനിധികളും പറഞ്ഞത് 57,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു 64,000 കോടിയാണ്.
കോടിയാണെന്ന്. എത്ര കോടിയാണെന്ന് കൃത്യമായിട്ട് ഒരു ധാരണ ഇവർക്ക് തന്നെയില്ല. പ്രതിപക്ഷം പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ ധനപ്രതിസന്ധിയെക്കുറിച്ച്, ധനകാര്യ സാഹചര്യത്തെക്കുറിച്ച് ധവളപത്രം ഇറക്കണം. എന്താണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ? കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിനുള്ള അവകാശമില്ലേ? നമ്മൾ നികുതി കൊടുക്കാൻ മാത്രം ബാധ്യതപ്പെട്ട ആളുകളല്ലല്ലോ. നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം ഇതിനോട് അനുബന്ധിച്ച് പറയാനുള്ളത്, KSEB 1068 കോടി രൂപ മാത്രം കടബാധ്യത ഉണ്ടായിരുന്ന KSEBക്ക് ഇന്ന് 40,000 കോടി രൂപയാണ് കടബാധ്യത. 39,000 കോടി രൂപയുടെ കടബാധ്യത എങ്ങനെ അധികമായിട്ട് വന്നു എന്ന് പറയാനുള്ള മറുപടി പറയാനുള്ള ഇത് ബാധ്യത കേരള സർക്കാരിനില്ലേ? അത് അവർ പറയണ്ടേ? 40,000 കോടി രൂപയാണ് ഉദ്യോഗസ്ഥർക്ക് പെൻഷനും 6 DA മറ്റ് ശമ്പള കുടിശ്ശികയൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള, ശമ്പള വർധനവിന്റെ കുടിശ്ശികയൊക്കെ ആയിട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ കൂട്ടുമ്പോൾ 80,000-ലധികം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് 57,000 കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ പോലും ബാക്കി 13,000 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും? കഴിഞ്ഞ വർഷം കേരള ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇവിടെ പെട്രോളിയം സെസ് വർദ്ധിപ്പിച്ചു. എന്തിനാ? പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ്. പെൻഷൻ കൊടുത്തോ? അപ്പൊ അവർ പറയുന്ന ആ തുക കൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന. അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലാതെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഇല്ലാതെയാണോ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്? ഇവർ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, മുഴുവൻ നികുതികളും വർദ്ധിപ്പിച്ചു, പെട്രോളിയം സെസ് വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, നിത്യോപകരണ സാധനങ്ങളുടെ വില വർദ്ധിച്ചു, ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർദ്ധിച്ചു. ഇതൊക്കെ നടന്നിട്ടും എന്തുകൊണ്ട് സാധാരണക്കാരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല? ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് പറഞ്ഞ് കൈ കഴുകിയാൽ എന്നാ പിന്നെ ഇവർ മാറി നിന്നിട്ട് മറ്റാളുകളെങ്കിലും ചുമതലപ്പെടുത്തിയ പോലെ. ഇവരെന്തിനാണ് ഇവിടെ ഈ ദൂർത്തൊക്കെ നടത്തി നിൽക്കുന്നത്? പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്? ഇവരുടെ പാർട്ടി നിയമനങ്ങൾ നടത്തി അവർക്ക് കൊടുക്കുന്ന ദൂർത്ത്, കേരളീയം പോലെയുള്ള ദൂർത്ത്. നവകേരള സദസ്സ് നടത്തുന്ന സമയത്ത് നവംബർ 15-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഈ നവകേരള സദസ്സ് സമാപിക്കുന്നതോടെ കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ കേരളത്തിൽ സാമ്പത്തിക സുസ്ഥിരത ഞങ്ങൾ കൈവരിക്കുമെന്ന. എവിടെ പോയത്? 2 മാസം കഴിഞ്ഞില്ലേ? എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു? ഉത്തരം പറയണ്ടേ ഇവര്? ശ്രീ അൻവർ ഷാ പാലോട്, ചരിത്രത്തിൽ ഇന്നുവരെ നേരിടാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ഇത് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യം. പ്രത്യേകിച്ച് സംസ്ഥാന ബജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് സാധാരണക്കാർക്കൊരു വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ള വിമർശനം നേരിടുമ്പോൾ ഇത്തവണത്തെ ബജറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. അതുമാത്രമല്ല, വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ, ശമ്പള കുടിശ്ശിക, DA കുടിശ്ശിക, ഇങ്ങനെ ഇതെല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ സർക്കാർ മറികടക്കുമെന്നാണ് കരുതേണ്ടത്? ആദ്യമായിട്ട് ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ കാര്യത്തെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എനിക്ക് അതിലേക്കൊക്കെ തന്നെ കടക്കണം. എന്തായാലും സമയം ആവശ്യമാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒന്നാമതായി കേരള സർക്കാരിനെ സംബന്ധിച്ച് ഈ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കേരളത്തിലില്ല. കാരണം നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. അതായത് ഒരു കൂട്ടം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും കൃത്യമായിട്ടുള്ള വിഹിതവും ഒക്കെ തന്നെ കിട്ടിയാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടിയാണ് നികുതിയൊക്കെ പിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് 100 രൂപ കേരളത്തിന്റെ വരുമാനമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം വരെ അതിൽ 46ഓളം രൂപ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്നത്. കേരളത്തിനും അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ വർഷമായപ്പോൾ അത് 35 രൂപയായി. അത് 35%. ഇപ്പോഴാണെങ്കിൽ ഒരു കേരള സർക്കാരിനുള്ള വരുമാനത്തിൽ 29 രൂപ അഥവാ 29% മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്നു ഇത് ഫിനാൻസ് കമ്മീഷന്റെ നികുതി വിഹിതത്തിൽ 3.8 എന്നുള്ളത് 1.8 ആയിട്ട് കുറച്ചു. അത് ഫിനാൻസ് കമ്മീഷനാണ് വെക്കുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിൽ കേരള സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ട്
ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ വെട്ടിക്കുറച്ചതാണ് എന്നുള്ളത്. ഫിനാൻസ് കമ്മീഷൻ വെട്ടിക്കുറച്ചത് ഉൾപ്പെടെ മറ്റുള്ള എല്ലാ പദ്ധതികൾക്ക് ഇപ്പൊ നിങ്ങൾ നോക്കൂ, UGCയുമായി ബന്ധപ്പെട്ട് UGC നടപ്പിലാക്കിയത് 2016 ഒന്നാം പിണറായി സർക്കാർ KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം ആദ്യത്തെ കുടിശ്ശികയൊക്കെ കൊടുത്തു. ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് UGCയുടെ പൈസ ഇങ്ങോട്ട് കിട്ടാതെ തന്നെ കേരള സർക്കാർ ഓൾറെഡി ആ പൈസ കൊടുത്തു കഴിഞ്ഞ്, അതിന് ഒരുപാട് പൈസ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കുറച്ച് കണക്കുകൾ നമ്മൾ കേന്ദ്ര സർക്കാരുമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ പോലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പൈസ അത് കേരള സർക്കാർ കൊടുത്തു കഴിഞ്ഞ് കേന്ദ്രം തരുന്നില്ല. ഇങ്ങനെ പല പദ്ധതികൾ. ഇപ്പൊ നമുക്കറിയാലോ, കേരളം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു രാജ്യമല്ല, ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിന് നമുക്കറിയാം ഒരു സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് കേന്ദ്രം കൊടുക്കുന്ന ഗ്രാൻഡ് ആണ്, മറ്റൊന്ന് കേന്ദ്രത്തിൽ നിന്ന് എടുക്കുന്ന കടം മീൻസ് വായ്പയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രം നൽകുന്ന മറ്റു വിഹിതങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനം പിരിച്ചെടുക്കുന്ന വരുമാനം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടും നമ്മൾ ഒരു സമരത്തിലാണ്. കാരണം ഇപ്പൊ സുപ്രീം കോടതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ പോയിട്ട് കൃത്യമായിട്ട് സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്, മുൻപെടുത്ത കടം ഇപ്പോ ഇനി എടുക്കുന്നതിൽ നിന്ന് കുറയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കടം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ 2017 മുമ്പ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. 2017 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിഫ്ബി ആയാലും പെൻഷൻ ഫണ്ടിലായാലും നമ്മൾ എടുത്തുകൊണ്ടിരുന്ന കടം അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഫണ്ടുകൾ ഇനി ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ പൊതുകടത്തിലേക്ക് മാറ്റും. അതെന്ത് പരിപാടിയാണ്? ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് പാടുള്ളതല്ല. നമുക്ക് കൃത്യമായിട്ട് കടമെടുക്കാനുള്ള അനുമതി ഉണ്ടാകണം. അതായത് ഈ ഓഫ് ബജറ്റ് കടം മാറ്റുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ആദ്യത്തെ കാര്യം. അല്ലെ നമുക്ക് നിങ്ങൾ ഇനി അമിതമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല. ഈ പറയുന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിരിക്കുന്ന അത് മതി. പക്ഷെ ഓഫ് ബജറ്റിന് പുറത്തുള്ള കടം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ കൂട്ടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ആകെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം 3500 കോടി രൂപ 3000 കോടിക്ക് അടുത്തായിട്ട് നമുക്ക് ഇനി മുമ്പ് നമ്മൾ എടുത്തത് ഇനി എടുക്കാൻ പാടില്ല എന്നുള്ളത് ലിമിറ്റ് വെക്കുകയാണ്. അപ്പോ അത് നമുക്ക് മാറ്റി തരണം എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് 2020 പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടി. സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന് 2021 സംസ്ഥാനം 54,987 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പിരിച്ചത്. 2022-23 85,000 ആയി. അപ്പോ സംസ്ഥാനം കൃത്യമായിട്ട് നികുതി പിരിക്കുന്നുണ്ട്. സംസ്ഥാനമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കോടതിയിൽ കിടപ്പുണ്ട്. അതിന്റെ 1,000 കോടിയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പൈസ കണ്ടെത്തുന്നതിൽ വളരെ മുന്നിലാണ്. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പല കാര്യങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കൃത്യമായ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി പറയാ, ഞങ്ങള് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1.5 ലക്ഷം കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇവര് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 80,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1,60,000 കോടി. ഞങ്ങളത് ഈ കടം ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തത് തെറ്റായി പോയി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ കേരള സർക്കാരിന്റെ GDP എന്ന് പറയുന്നത് 5.5 ലക്ഷം കോടിയാണ്. ഇന്ന് കേരളത്തിന്റെ GDP എന്ന് പറയുന്നത് 11.6 ലക്ഷം കോടിയാണ്. അപ്പോ GDP വർദ്ധിച്ചതിൽ ഇവരാരും കണ്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തില് പെൻഷനായിട്ട് കൊടുത്തത് 9,011 കോടിയേ ഉള്ളൂ. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോ 35,000 കോടി രൂപ കേരളത്തിലുള്ള ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തു. രണ്ടാം പിണറായി സർക്കാർ ഇത്രയും നാളായിട്ട് 23,350 കോടി കൊടുത്തു. അപ്പോ പിണറായി സർക്കാർ ഇത്രയും കടം വന്നിട്ട്
കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ 16,000 വീടുകൾ മാത്രമാണ് കൊടുത്തത്. ഇന്ന് പിണറായി സർക്കാർ ഈ ലൈഫ് പദ്ധതിയിലൂടെ എത്ര ലക്ഷം വീടുകളാണ് കൊടുത്തത്? അപ്പോ പിണറായി സർക്കാരിനെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയും വെച്ച് കമ്പയർ ചെയ്യരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ് രണ്ടാമത് ലൈഫ് പദ്ധതിയുടെ അഴിമതികളൊക്കെ പുറത്തു വന്നതാണല്ലോ ശ്രീ അൻവർ ഷാ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടികളുടെ കണക്ക് മാത്രം ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? കിഫ്ബി വഴി എടുത്ത കടമൊക്കെ സംസ്ഥാനത്ത് ഏതു തരത്തിൽ വിനിയോഗിച്ചു, സംസ്ഥാനത്ത് ഏതു തരത്തിൽ വിനിയോഗിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ അത് പൊതുകടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഇപ്പോഴും അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. പിന്നെ 25,000 കോടിയുടെ അധിക ബാധ്യത ശമ്പള പരിഷ്കരണത്തിലൂടെ വരുത്തി വെച്ച വിനയല്ലേ 25,000 കോടിയുടെ അധിക ബാധ്യത. 600 രൂപ ക്ഷേമ പെൻഷൻ ആയിരുന്നത് ഞങ്ങൾ 1,600 ആക്കി എന്ന് വീമ്പ് പറയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ 5 മാസമായി കൊടുത്തിട്ടുമില്ല. അപ്പോൾ കോടികൾ നമുക്കിങ്ങനെ കണക്ക് കൂട്ടി പെരുപ്പിച്ചൊക്കെ പറയാം. പക്ഷേ എത്ര കൊടുത്തു, എന്തെല്ലാം വരുമാനം നികുതി വരുമാനത്തിൽ ഉണ്ടായി എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. എന്തായാലും താങ്കളുടേക്ക് അടുത്ത ഘട്ടത്തിലെത്താം. ഡോക്ടർ BA പ്രകാശ്, ഇവിടെ ഈ കോടികളുടെ കണക്കാണ് രാഷ്ട്രീയ എതിരാളികൾ തമ്മിൽ പറയുന്നത്. ഞങ്ങളുടെ ഭരണകാലത്ത് 6,000 കോടിയായിരുന്ന കടം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8,000 കോടിയായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു വസ്തുത, അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കിഫ്ബിക്ക് വേണ്ടി കിഫ്ബിയിൽ എടുത്ത കടം, സംസ്ഥാനത്തെ മറ്റ് ഡെവലപ്മെൻറ്റ്സിനായി എടുത്ത കടം, അത് പൊതുകടത്തിൽ വരുന്നതല്ല, അത് പ്രത്യേക വിഭാഗത്തിലേക്ക് ആക്കണം എന്ന്, അതുകൊണ്ടാണ് കടമെടുപ്പ് പരിധി കൂടിയത് എന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനകാര്യ മേഖലയിൽ 3 വർഷം സംസ്ഥാനത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി 3 വർഷം ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ അസംബ്ലി വെച്ചിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ 3-4 വർഷം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരിശോധിക്കുന്ന സമിതികളുടെ അധ്യക്ഷനായിരുന്ന് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കണക്കുകളെ പറ്റി അറിയാം, സംസ്ഥാന ധനകാര്യ വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാം, അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഈ തകർച്ചയിലേക്ക് നീങ്ങുന്ന സംസ്ഥാന ധനകാര്യ സ്ഥിതിയെപ്പറ്റി 1-2 കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാനോ അല്ലെങ്കിൽ മറ്റു വിവാദങ്ങളിലേക്ക് പോകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ പറയുന്നത് മുഴുവനും അടിസ്ഥാനപരമായിട്ടുള്ള ധനകാര്യ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മൾ ഏത് കണക്കെടുത്ത് നോക്കിയാലും സംസ്ഥാനം ഇന്ന് ഒരു ധനകാര്യ തകർച്ചയിലാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളം ഇതുവരെ കാണാത്ത ധനകാര്യ തകർച്ചയിലാണെന്നുള്ളതാണ്. ഇപ്പോൾ ശമ്പളവും പെൻഷനും അതുപോലെ 1-2 കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒന്നിനും പണമില്ലാത്ത സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണ്. ഇവിടെയുള്ള ഒരു ചർച്ചയിൽ ഇതിൽ കേന്ദ്രമാണോ ഉത്തരവാദി, അത് സംസ്ഥാനമാണോ ഉത്തരവാദി, അത് ഇപ്പോഴത്തെ സർക്കാരാണോ ഉത്തരവാദി, മുൻ സർക്കാരാണോ ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി വന്നു? അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചെലവാണ്. അതായത് ഈ ചെലവിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവിനം എന്ന് പറഞ്ഞാൽ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം. ഇപ്പോൾ 2012 12 വർഷത്തിന് മുമ്പ് ഞാൻ ധനകാര്യ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തൊരു ശുപാർശ, അതായത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ ശമ്പളം, പെൻഷൻ, പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്ന തുക, പലിശ. അപ്പോൾ ഈ 4 ഘടകങ്ങളിലുള്ള ഈ ചെലവിനത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാതെ നമ്മുടെ സംസ്ഥാനത്തിന് ധനസ്ഥിതി മെച്ചമാക്കാനൊക്കില്ല. അന്ന് ഞങ്ങൾ കൊടുത്ത ഒരു റെക്കമെൻഡേഷൻ ഇപ്പോൾ നടക്കുന്ന 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം അത് 10 വർഷത്തിലേക്ക് ആക്കുക. കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും അന്ന് ആ റിപ്പോർട്ടിനെ കത്തിച്ചു. അന്നത്തെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ആ റിപ്പോർട്ടിനെ അംഗീകരിച്ചില്ല. പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കി. 12 വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ചയുടെ അടിസ്ഥാന കാരണവും ഇപ്പോൾ ഈ 2021 നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. അതിൻ്റെ ഒരു കണക്കൂടെ ഞാൻ പറയാം. അതായത് ഈ 2021-22 നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലം ഈ ശമ്പളത്തിൻ്റെ ചിലവ് എത്ര കൂടിയെന്നറിയാം. 2020-21 28,000 കോടിയായിരുന്നത് 2021-22 45,000 കോടിയായി.
പെൻഷൻ 18,000 കോടിയായിരുന്നു, ഏതാണ്ട് 26,000 കോടിയായി. അപ്പോൾ ചുരുക്കത്തിൽ 47,795 കോടിയിൽ നിന്ന് ഒരു വർഷം കൊണ്ട് ഒരു ശമ്പള പരിഷ്കരണം മൂലം 72,812 കോടിയായിട്ട് കൂടി. ഒരു വർഷം അധികമായിട്ട് വർദ്ധിച്ചത് 25,000 കോടിയാണെന്നോ മനസ്സിലാക്കണം. ഈ 25,000 കോടി രൂപ എവിടുന്ന് കണ്ടുപിടിക്കും? നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റിൽ ഓരോ വർഷവും അധിക റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ നിങ്ങൾ എടുത്തിട്ടുള്ള ഏതാണ്ട് ഒരു 4,500 കോടി രൂപയേ ഉള്ളൂ. ഓരോ വർഷവും ഒരു 1,000 കോടി രൂപ, 750 കോടി രൂപയുടെ അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷന് കാണുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ, അതായത് 25,000 കോടി രൂപയുടെ അഡീഷണൽ ആയിട്ടുള്ള വർധന ഒരു വർഷം കൊണ്ടുണ്ടായാൽ അതെങ്ങനെ താങ്ങും? ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, അവരുടെ എല്ലാം ധനകാര്യ സ്ഥിതി ഇതുമൂലം തകരുന്നു എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ 2 പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, ഒന്ന് UDF ഗവൺമെൻറ് നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി, LDF സർക്കാർ നിയമിച്ച പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാം, 2008 ആണ് ആദ്യം പറഞ്ഞത് ശമ്പളവും പെൻഷനും 10 വർഷത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മൂലം പറയണം. ഞങ്ങൾ 2012 പറഞ്ഞു. പിന്നെ 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ഇവിടെ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മീഷൻ, അവർ ചെയ്തതെന്താണെന്നറിയാം, 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ കൊടുക്കാൻ ഇവിടെ ധനമില്ല, അതുകൊണ്ട് 10 വർഷത്തേക്കാണ് ഞങ്ങൾ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ശുപാർശ. ആ ശുപാർശ ഇവിടെ 5 വർഷമായിട്ട് നടപ്പിലാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 11ാം ശമ്പള പെൻഷൻ പരിഷ്കരണം ഉണ്ടല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഈ 5 വർഷം കൊണ്ടൊന്നും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ശരിയാവില്ല, ഒരു 7 വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാവുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി പരിശോധിച്ച സമിതികളൊക്കെ തന്നെ, അത് പിന്നീട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ആവട്ടെ അല്ലെങ്കിൽ പേ കമ്മീഷനാവട്ടെ, അവരാരും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ഇന്നത്തെ നിലയ്ക്കുള്ള 5 വർഷത്തെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ തകരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ തയ്യാറായില്ല. അത് തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞാൻ 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷനായിരുന്നപ്പോൾ നടന്ന ഒരു കാര്യം കൂടെ പറയാം. അന്ന് 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ റോൾ എന്താണ്? കേരളത്തിലുള്ള 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ നികുതിയുടെ ഒരു വിഹിതം വിഭജിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതാണ്ട് ഒരു കാര്യം ചെയ്യാം, നേരത്തേക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതത്തിൻ്റെ ഏതാണ്ട് 20% അത്രയെങ്കിലും നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പ് പറയുകയാണ് അത് കൊടുക്കാൻ ഒക്കില്ല. ഈ ഞങ്ങളുടെ ഈ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്, അതിൽ ധനകാര്യ വകുപ്പിൽ ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി അയ്യോ അത് കൊടുക്കാൻ ഒക്കില്ല. എന്ത് കൊടുക്കാൻ ഒക്കില്ല? ഇല്ല, ഞങ്ങളിത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നു, അതുമൂലമുള്ള ഒരു വർഷത്തെ അധിക ബാധ്യത 7,700 കോടി രൂപയാണ്. അപ്പോൾ കമ്മീഷനിലുള്ള ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ അത് പറഞ്ഞാലും നോക്കില്ല. കാരണം ഈ ശമ്പള പെൻഷൻ പരിഷ്കരണമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്ലേ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവരുടെ പ്രവർത്തനത്തിന് പണം കൊടുക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ലേ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അതനുസരിച്ച് ഞങ്ങൾ കൊടുക്കണം. എന്ത് സംഭവിച്ചു എന്നറിയാമോ? അദ്ദേഹം ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതി. അതായത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നു, അതുമൂലം അഡീഷണൽ സാമ്പത്തിക ബാധ്യത ഒരു വർഷം 7,700 കോടി രൂപയാണ്, അതുകൊണ്ട് ഇത്രയും കൊടുക്കാനൊക്കില്ല. ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു അത് നടപ്പിലാക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ശുപാർശയും ആ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ശമ്പള പെൻഷൻ പരിഷ്കരണമാണെന്ന് ഞാൻ പറയുന്നു. ഒന്ന് ആലോചിക്കൂ, കേരളത്തിലെ 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, അവരുടെ വികസനത്തിനും അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കും കൊടുക്കേണ്ട പണം നോക്കൂ, കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്താതെ, ഈ കാര്യത്തിൽ ഇവിടെയുള്ള സംസ്ഥാനത്തിൽ അധികാരത്തിൽ നിന്ന് 2 സർക്കാരുകളും ഒരേ അഭിപ്രായക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ഈ ധനപ്രതിസന്ധിയുടെ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ കേരളത്തിലെ അധികാരത്തിലിരുന്ന 2 സർക്കാരുകളും ഉത്തരം പറയണമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം ചോദിച്ചതിലൂടെ ഞാൻ മറുപടി പറയാം. അതായത് കേന്ദ്രമാണോ സംസ്ഥാനമാണോ ഇന്നത്തെ ഈ സ്ഥിതിയുടെ ഒരു പ്രശ്നം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2001 ഇവിടെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് ഇന്നത്തെ ധനകാര്യ തകർച്ചയ്ക്ക് ഏതാണ്ട് അടുത്ത നിലയിലുള്ള ഒരു ധനകാര്യ തകർച്ചയാണ് അന്ന് ഇവിടെ അഭിമുഖീകരിച്ചത്. അന്ന് AK ആൻ്റണി ആയിരുന്നു അന്ന് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നത്. അവരൊരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ധവളപത്രം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ധനവകുപ്പ് തന്നെ തയ്യാറാക്കുന്നു. അവർ കേന്ദ്രമാണെന്ന് പറഞ്ഞില്ല, ഇത് സംസ്ഥാനത്തിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റും ഇവിടുത്തെ പിടിപ്പുകേടും റിസോഴ്സസ് ഉണ്ടാക്കാത്തതാണ് അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു. 2011 വീണ്ടും ഇവിടെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. അതിലും പറഞ്ഞില്ല കേന്ദ്രമാണെന്ന്. 2016 ഈ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചല്ലോ,
അതിൽ പറയുന്നുണ്ടോ? ഇവിടെ കേരളത്തിൻ്റെ ധനകാര്യ തകർച്ചയുടെ കാരണം കേന്ദ്രമാണെന്ന് അതിൽ പറയുന്നുണ്ടോ? അതിലെന്താ പറയുന്നത്? അത് ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ മോശം, ബഡ്ജറ്റിലെ കണക്കുകളെല്ലാം കള്ളക്കണക്കുകളാണ്, എല്ലാം പെരുപ്പിച്ച കണക്കുകളാണ്, ഫൈനാൻഷ്യൽ, അതായത് ബഡ്ജറ്റിലെ കണക്കുകളൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈനാൻഷ്യൽ ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2016 ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ധനവകുപ്പ് പ്രസിദ്ധീകരിച്ച ധവളപത്രം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏത് ഡേറ്റയും ഉറപ്പിച്ച് തന്നെ ഞാൻ പറയുന്നു, ഈ മേഖലയിൽ നമ്മുടെ മുമ്പിലുള്ള ഏത് ഫൈനാൻഷ്യൽ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് അധികാരത്തിരുന്ന സർക്കാരുകളുടെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, പിന്നെ ഇവിടെ ഈ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അതായത് ഈ കറൻസി നോട്ട് സർക്കാർ പ്രസ്സിൽ അടിച്ചിട്ട് അതിനെ ചാക്കിൽ കെട്ടി നേരെ ട്രഷറി കൊണ്ടുവന്ന് ഇവിടെ വിതരണം നടത്തുന്ന രീതിയിൽ അത്രയും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റാണ് ഇവിടെ നടത്തുന്നതെന്ന് ഞാൻ പറയും. പിന്നെ ധനകാര്യ വകുപ്പിന് ഒരു പ്രൊഫഷണൽ ഒരു നിലവാരമില്ല. അതായത് ഇവിടെ ഒരു ശമ്പള പരിഷ്കരണം വന്നാൽ എത്ര തുക അതിൻ്റെ അത് ഇവിടെ ചിലവാക്കേണ്ടി വരുമെന്ന് കണക്കാക്കാനായിട്ടുള്ള ഒരു കണക്ക് കൂട്ടാനായിട്ടുള്ള ഒരു അറിവ് പോലും സംസ്ഥാനത്തെ ധനവകുപ്പില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അപ്പോൾ ഇത്രയും മോശമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഒരു അടിസ്ഥാന കാരണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അവസാനം ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. ആ കമ്മിറ്റി പറയുന്നത് അതായത് റവന്യൂ വരുമാനം ശരിക്കും പിരിച്ചെടുക്കാത്തതുകൊണ്ട് 5 വർഷം മൂലം ഏതാണ്ട് 25,000 കോടി രൂപയുടെ പിന്നീട് റവന്യൂവിൽ വരുമാനം കുറവുണ്ടെന്നാണ് ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ എന്ന് പത്രം പറയുന്നത്. അപ്പോൾ സർക്കാർ പറയണമെന്നാണ് പറയുക, അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയെന്ന് പോലും തൻ്റെ ഇടത്തോടെ പറയാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം സംസ്ഥാന വകുപ്പിനുണ്ടോ? സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഇപ്പോൾ അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ സംസ്ഥാനത്തിന് സർക്കാരിന് ഇഷ്ടപ്പെടാത്ത ചില നിഗമനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സ്ഥിതി. അപ്പോൾ ഈ പത്രം പറയുന്നത് കള്ളമാണോ? അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ട് പറയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാലത്ത് ഭയങ്കരമായിട്ട് നടന്നു, മറ്റൊരു കാലത്തും ഭയങ്കരമായിട്ട് നടന്നു. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ചർച്ചയുടെ ഒരു സ്വഭാവം ഇത് തന്നെ. രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ വരും, അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനെ ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കി പോവുക എന്നുള്ളതാണ്. ധനകാര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് സംഘടിപ്പിച്ച ആളുകളോട് പറയാനുള്ളത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ചർച്ചയായാൽ നമ്മളിത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതെ, ശ്രീ ബി എ പ്രകാശ്, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് പ്രതികൂലമാകുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ കടത്തിന്മേൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണത അത് ഇങ്ങനെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സാധാരണക്കാർക്ക് മേൽ ഇനി എന്തായിരിക്കും ഉണ്ടാവുക? അതായത് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് പോയത് വളരെ ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് ഞാൻ കാണും. കാരണം ഇവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഈ ധനപ്രതിസന്ധിയുടെ കാരണത്തെപ്പറ്റി ഒരു തർക്കമുണ്ട്. അത് കടമെടുപ്പിനെ പറ്റിയുള്ള തർക്കങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കാത്തതും കൊടുക്കുന്നതിനെ പറ്റിയുള്ള തർക്കമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പിന്നീട് ഒരു വ്യവസ്ഥാപിതമായ രീതി അനുസരിച്ചാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള നടപടി. അല്ലാതെ ഇവിടെ രാഷ്ട്രീയം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും CAG കുറ്റം പറയുക, ധനകാര്യ കമ്മീഷന് കുറ്റം പറയുക, മറ്റ് കാരണങ്ങൾ പറയുന്നതല്ലല്ലോ അതിൻ്റെ ശരി. സുപ്രീം കോടതി പരിശോധിക്കട്ടെ. സുപ്രീം കോടതിക്ക് പരിശോധിക്കാൻ കഴിയുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കാൻ കഴിയുമല്ലോ. സുപ്രീം കോടതി പറയട്ടെ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്നത്തെ നിലയ്ക്ക് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയിലാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഇവിടെ മറ്റ് രാഷ്ട്രീയമോ മറ്റ് ബഹളമോ അല്ല, എന്ത് ബഹള കോലാഹലം ഉണ്ടാക്കിയാലും ഇന്നത്തെ ഈ സ്ഥിതിയിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റം വരാൻ പോണില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഇതിൻ്റെ നമ്മുടെ മുന്നിലുള്ള ഈ ധനകാര്യ കണക്കുകളുടെ വെളിച്ചത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, നമ്മൾ മുന്നോട്ട് പോകില്ല, നമ്മൾ വലിയ തകർച്ചയിലേക്ക് തന്നെ പോകുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ.